എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾക്കൊരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോലിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ SSC റിലീസ് ചെയ്യാൻ പോവുകയാണ്. 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് എക്സാം ആണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ലാസ്റ്റ്, അതായത് 2025 നോട്ടിഫിക്കേഷനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് നമുക്കിപ്പോൾ SSCയുടെ ആനുവൽ കലണ്ടർ റിലീസായി, അതുപോലെ ഇപ്പോൾ റിലീസ് എക്സാംസ് ഒക്കെ കുറച്ച് ഡിലേ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ SSC CGLയുടെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഡേറ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് CHSL +2 ലെവലുള്ളവർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് ഈ SSC MTS ആണ്. MTS നമുക്ക് ഹവേൽദാരം വരുന്നുണ്ട്, ക്ലറിക്കൽ പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഈ ജൂൺ 26, അതായത് ഈ 30th കൂടിയിട്ട് ഉള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമുക്ക് ഉടൻ തന്നെ റിലീസ് ചെയ്യും. ഏത് മന്താണ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജൂൺ മാസം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ എക്സാം എന്നത്തേക്ക് കാണും നോക്കിക്കേ, നമുക്ക് സെപ്റ്റംബർ അല്ലെ, ഏകദേശം 2-3 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വരാറുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും. മാത്രമല്ല ഈ ഒരു എക്സാം എങ്ങനെയാണ്, ഇതിന്റെ പാറ്റേൺ എന്തൊക്കെയാണ് എന്നത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഈ ഒരു നമ്മുടെ PSC ഒക്കെ പോലെ തന്നെ SSCയുടെ അണ്ടറിൽ വരുന്ന ഒരു എക്സാം ആണ് SSC MTS എന്ന് പറയുന്നത്. ഈ പോസ്റ്റിന്റെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവേൽദാർ എന്നാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ വേക്കൻസി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ടു ബി അനൗൺസ്ഡ്. ഓക്കെ, ഗവൺമെന്റ് ജോബ് ആണ് വരുന്നത്. അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ രീതിയിലാണ് വരുന്നത്. ഇതിന്റെ പരീക്ഷ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ അല്ല, നമുക്ക് ഓൺലൈൻ ആണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് എക്സാം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. ചില പോസ്റ്റിന്, ഹവേൽദാർ പോസ്റ്റിനൊക്കെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ചിലതിന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മളുടെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഒന്ന് നോക്കും. അതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10th പാസ്സായിട്ടുള്ള ഏതൊരു ആൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്കതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. ഞാൻ പറയാം എത്രയാന്നുള്ളത് കേട്ടോ. അപ്പൊ നാഷണൽ ലെവൽ, നമുക്ക് സ്റ്റേറ്റ് ലെവലല്ല, ഓൾ ഇന്ത്യ ലെവലിലാണ് എക്സാം വരുന്നത്. ഇനി ഏതൊക്കെ അണ്ടറിലേക്കാണ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ മിനിമം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നിങ്ങൾ ഇത് നോക്കണ്ട, ബിക്കോസ് നമുക്ക് TA, DA, HR എല്ലാം കൂട്ടിയിട്ട് ഏകദേശം 30,000 രൂപ, ഏകദേശം നമ്മുടെ എല്ലാം കട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി വായിക്കുന്നത് വെച്ചാൽ 28,000 ആണ്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ കൂടുന്നുണ്ട്, അതായത് നമുക്ക് സാലറി ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് വരുന്നുണ്ട്. സാലറി കൂടാതെ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടുത്തെ ചെലവ് കാര്യങ്ങൾ, ഹൗസ് ഉണ്ട്, TA, DA ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാലറിക്ക് ബേസ് പേക്ക് പുറമെ കിട്ടുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, ഇനി എക്സാം മോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ആയിട്ടാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. നമുക്ക് 10th ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ തത്തുല്യമായിട്ട് യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേപോലെ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി, മൾട്ടി ടാസ്കിങ്, അതായത് MTS ടെക്നിക്കൽ അല്ല, നോൺ ടെക്നിക്കൽ ആണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഇത് കാണുന്നത് ഏജ് ലിമിറ്റ് ഓവർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഇനി ആരെങ്കിലും മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന 3 മാസം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 1 year ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താലും വേണ്ടിയില്ല, നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഹവേൽദാർ വരുന്നുണ്ട് കേട്ടോ. ഹവേൽദാർ ഫ്യൂ പോസ്റ്റിലും ചിലതിന് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് 27 വയസ്സ് വരെ അപേക്ഷിക്കാം. അപ്പോൾ OBCക്ക് നമുക്കറിയാം MTS നോൺ ടെക്നിക്കൽ ആണെങ്കിൽ എത്രയാണ്, 28 വയസ്സ് വരെയും. അതേപോലെ തന്നെ മറ്റേ OBC നമുക്ക് ഹവേൽദാറിലേക്കാണെങ്കിൽ 30 വയസ്സ് വരെയും. SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ.
ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഏജ് ലിമിറ്റും പറഞ്ഞ കാര്യം ഒന്ന് സ്ലൈഡ് റിപ്പീറ്റ് ചെയ്ത് വന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് ഏകദേശം പേപ്പർ 1 എക്സാം പുതിയ പാറ്റേൺ അനുസരിച്ച് 270 ഇതൊന്നും നമ്മൾ ടെൻഷൻ ആവേണ്ട. ഒരു ചോദ്യത്തിന് 3 മാർക്ക് ഉണ്ടെന്ന് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്കൊരു ചോദ്യം 4 ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും നമ്മൾ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകുമ്പോഴാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ സേഫ് സ്കോർ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ലാംഗ്വേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെഷൻ 1 ആൻഡ് ജനറൽ അവയർനെസ് സെക്ഷൻ ഓഫ് സെഷൻ 2 വിൽ ബി അവൈലബിൾ ഇംഗ്ലീഷ്. അതായത് നമുക്ക് ഈ എക്സാം മലയാളത്തിലും എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെഷൻ 1, 2 എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പം സെഷൻ 1ഉം സെഷൻ 2 നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതണമെങ്കിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ. ഇനി സെഷൻ 1 എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. സെഷൻ 1 ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് വരുന്നില്ല, നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇനി സെഷൻ 2വിൽ നമുക്ക് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിനും നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം. ഒരു തെറ്റുത്തരത്തിന് 1 മാർക്കാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് അടിക്കുന്നത്, ഡിഡക്റ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെഷൻസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സെഷൻ 1നകത്ത് നമുക്ക് വരുന്നത് മാത്സ് ആൻഡ് റീസണിങ് ആണ്. ഓക്കെ, മാത്സ് ആൻഡ് റീസണിങ് ആണ്. അപ്പോൾ ഇവിടെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതമാണ് നമുക്ക് പോകുന്നത്. അങ്ങനെ 60 മിനിറ്റ്. സെയിം തന്നെ റീസണിങ്ങിനും 3 മാർക്ക് വീതമാണ് പോകുന്നത്, 60 മാർക്ക്. 45 മിനിറ്റ് ആണ് ഫസ്റ്റ് സെഷന് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എത്രയായി, 120 മാർക്കിൻ്റെ ഫസ്റ്റ് സെഷൻ വന്നു. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി സെക്കൻഡ് സെഷനിൽ നോക്കിക്കേ, ജനറൽ അവയർനെസ് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. GK, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് എല്ലാം കൂട്ടിയിട്ട് നമുക്കതിന് 75 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജും കോംപ്രിഹെൻഷനും 3 മാർക്കാണ് വരുന്നത്. അവിടെ നമുക്ക് 75 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150, അതും 120 നമുക്ക് വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ മാർക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ നമുക്ക് ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് ചെയ്യാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. നമുക്ക് എന്തായാലും ഒരു കുറച്ച് 2-3 മാസം അങ്ങോട്ട് പോയായിട്ടായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത. ബിക്കോസ് SSC CGLന്റെ ഇപ്പം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു ഡിലേ ഇട്ടിട്ടാണ് നമുക്ക് SSCയുടെ എക്സാംസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കണം, SSC MTSന്റെ ഏതൊക്കെ സെഷൻ, അതായത് നമുക്ക് CGL CHS പോലെ അത്ര ഹൈ ലെവൽ മാത്സ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നമുക്ക് ക്വാളിഫയിങ് നേച്ചറാണ് വരുന്നത്. സോ അതിൻ്റെ തന്നെ ബേസിക് ലെവൽ ക്ലാസ്സസ്, GA, ജനറൽ നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങളല്ല അവിടെ പഠിക്കേണ്ടത്. അവിടെ പാറ്റേണിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ മാത്രമല്ല SSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ, കൃത്യമായിട്ടൊരു പ്ലാൻ പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ MTS ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ PYQ എക്സാം ബേസ്ഡ്, അതായത് ഏകദേശം 20 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കൂടി അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എക്സാം, അതെങ്ങനെയാണ് നിങ്ങൾ എക്സാം ചെയ്യുന്നത് സെക്ഷണലായിട്ട് തിരിച്ച് സെഷൻ 1ഉം സെഷൻ 2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. എക്സാം മോഡൽ എങ്ങനെയാണ് ആ മോഡിൽ തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനും എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഏറ്റവും മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.